ഹായ് ഫ്രണ്ട്സ്, ഞാനെൻ്റെ അഡീനിയം ചെടികളെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അഡീനിയം ചെടികൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് അഡീനിയം പ്ലാന്റുകളുണ്ട്. ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ എൻ്റെ ചെടിയും പൂക്കളൊക്കെ ഒന്ന് കണ്ടു നോക്കും. സീഡുകളാണ് ധാരാളം പൂക്കളുണ്ടായിരുന്നു ഇത്തവണ. അതുകൊണ്ട് ധാരാളം സീഡുകളാണ് ഉള്ളത്. ഈ സീഡുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് തന്നെ അറിയാത്ത വിധത്തിലായി. ഇത്തവണത്തെ പോലെ സീഡുകളുണ്ടായ വർഷം ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സീഡുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞാൻ അയച്ചു തരാം. ഇതൊക്കെ സിംഗിൾ പെറ്റൽസിൻ്റെ സീഡുകളാണ് കേട്ടോ. പിന്നെ സിംഗിൾ പെറ്റലിൻ്റെ സീഡുകൾ മുളച്ചായാലും ഇതുപോലത്തെ പൂക്കളും കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് എനിക്ക് സീഡ് മുളച്ച് കിട്ടിയതാണ്. എൻ്റെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റി. എൻ്റെ കയ്യിലുള്ളത് എല്ലാം ഇതുപോലെയൊക്കെ ഉള്ള പൂക്കളാണ്. വൺ പെറ്റൽസിൻ്റെതാണ് എൻ്റെ കയ്യിൽ അധികവും ഉള്ളത്. അതിൽ നിന്ന് സീഡ് മുളച്ച് കിട്ടിയ ഒരു ചെടിയാണ് ഇത്. ഇതൊക്കെ വ്യത്യാസമുള്ള കുറച്ച് പൂക്കൾ എനിക്ക് കിട്ടി. പിന്നെ കുറച്ച് ഡബിൾ പെറ്റൽസും എൻ്റെ കയ്യിലുണ്ട്. ഡബിൾ പെറ്റൽസിലൊക്കെ ഇപ്പോൾ പൂക്കൾ കുറവാണ്. എല്ലാ പൂക്കളും കൊഴിഞ്ഞു. അങ്ങനെ ഇതൊരു ഡബിൾ പെറ്റൽസാണ്. യെല്ലോ ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. അതിൽ സീഡ് കണ്ടോ. ഇതൊരു വെറൈറ്റി. ഇതൊക്കെ ഡബിൾ പെറ്റൽസാണ്. ഇതൊന്നും സീഡില്ല കേട്ടോ. ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഇതിലും പൂ കൊഴിഞ്ഞ് നിൽക്കുക. ഇതൊരു ഡബിൾ പെറ്റൽ, ഒരു വയലറ്റ് ഷെയ്ഡ് കണ്ടോ. ഇതൊരു റോസ് പൂ ടൈപ്പാണ്. ഇത് കണ്ടോ, മുട്ടുകളായിട്ട് നിൽക്കുന്നു. പിന്നെ ഇതൊരു ശരിക്കും പറഞ്ഞാലൊരു ചന്ദന കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരം പൂക്കളുണ്ടായിരുന്നൊക്കെ കൊഴിഞ്ഞു പോയി അല്ലേ. ഒരു വൈറ്റ്, ഒരു ലൈറ്റ് യെല്ലോ ആണ്. ഇതൊക്കെ ധാരാളം പൂക്കളുണ്ടായിരുന്നതാ. അതിലൊക്കെ സീഡുണ്ട് കണ്ടോ. ഡബിൾ പെറ്റൽസിൽ സീഡ് വന്നേക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം. ചെറിയ സീഡ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളതാ കണ്ടോ. മുട്ടുകാരന് കാണാൻ പറ്റാത്തത് കണ്ടോ. പിന്നെ ഇതൊരു ഡബിൾ പെറ്റലാണ്. ധാരാളം പൂക്കളുണ്ടായി. പൂക്കളൊക്കെ കൊഴിഞ്ഞതാ. അതിൽ 2 സീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സീഡ് കാണാനില്ല. താഴെ കാക്ക കുത്തി കളഞ്ഞു. എന്താ പൊട്ടി വീണു താഴെ. ഇതൊക്കെ നാളെ വിരിയാനുള്ളതാണ് പൂക്കളൊക്കെ. പിന്നെ ഇത് ഒരു ബേബി പിങ്ക് പൂവായിരുന്നു കേട്ടോ. പൂവ് കൊഴിഞ്ഞു. അപ്പം മുട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഇത് സീഡ് മുളച്ച് കിട്ടിയതാട്ടോ. ഈ തരം ചെടികളാണ്. ഇതൊക്കെ എൻ്റെ പഴയകാല ചെടികളാണ്. എൻ്റെ കോഡക്സ് ഉണ്ടോ. ഇവയുടെയൊക്കെ വിത്ത് മുളപ്പിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കിട്ടുന്നത്. കുറച്ചൊക്കെ വ്യത്യാസപ്പെട്ട് കിട്ടും. ഇത് വേറെ വെറൈറ്റിയാണ്. ഒക്കെ നല്ല പഴക്കമുള്ള ചെടികളാണ്. ഇത് സീഡാണോ ഇതൊക്കെ. പിന്നെ ഒരു കളർ ഒരു ചെടിയാണ്. ഇതിലുമുണ്ട് സീഡ്.
ഇത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നൊരു വൈറ്റ്, അതിൻ്റെ ഒരു കൊമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. ഇത് സീഡ് മുളച്ച ചെടിയാണ് കേട്ടോ, ഈ കാണുന്നതൊക്കെ. ഇതിൽ സിംഗിൾ പെറ്റൽസിൻ്റെ ചെടികളിൽ വിത്ത് മുളപ്പിച്ചത് ഒരു 2 വർഷം പ്രായമായ ചെടികൾ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെടികൾ അയച്ചു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇപ്പോൾ പറയാം. ചെടിയുടെ സൈസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെടിയുടെ സൈസ്. ഇത് പൂ വിരിഞ്ഞ ചെടിയാണ്. ഞാനിതിൻ്റെ പൂവ് കണ്ടോ. ഇതുപോലത്തെ ചെടികളാണ് എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത്. എല്ലാ ചെടികളും പൂക്കളോട് കൂടിയല്ല, കുറച്ച് ചെടികളൊക്കെ പൂക്കളോട് കൂടിയാണ്. ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ 97 45 55 46 84. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ ചെടികൾ അയച്ചു തരാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ചെടി ഉണ്ടല്ലോ, അതായത് ഈ ചെടി 100 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ താഴെയുള്ള ചെടികളുണ്ട്, അതായത് പൂവില്ലാത്തത്. ആ ചെടികൾക്ക് 80 രൂപ ആയിരിക്കും വില. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിൾ പെറ്റലായിരിക്കും, പക്ഷേ ഈ തരം പൂക്കൾ തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇതും ഉണ്ടാവും, എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ പൂവിലുണ്ടാവും. ധാരാളം വിത്തുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ പെട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ. പിന്നെ ഇത് ചെടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.